പ്രേഷിതവാഹിനി വന്നിരാ പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ്. സാൻഡോ മിഷൻ ക്വിസ് ടേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ലിഖിതയ്ക്ക് പുത്തൻപള്ളിയെ കുറിച്ച് അറിയാവോ? കേട്ടിട്ടുണ്ട്, വലിയ കാര്യമായിട്ട് ഒരു പിടുത്തമില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയാണ് 1925 ഒക്ടോബർ 10 സ്ഥാപിതമായ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്ക, അതായത് പുത്തൻപള്ളി. മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഇടവക ദേവാലയം കൂടിയാണത്. 1978 സെപ്റ്റംബർ 17 വരെ നമ്മൾ ഇന്ന് ഈ ആയിരിക്കുന്ന ലൂർദ് ഭദ്രാസന ദേവാലയത്തിന്റെ കീഴിൽ നടത്തുപള്ളിയായിരുന്നു പുത്തൻപള്ളി. ലൂർദ് ഭദ്രാസന ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് 1944 മെയ് 1 തൃശൂർ രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായ മാർ ജോർജ് ആലപ്പാട്ട് പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലി സ്മാരകമായിട്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ദേവാലയം. ഇത്രയും വലിയ സവിശേഷതകളുള്ള ഒരു മണ്ണിലാണ് MSTയുടെ പ്രേഷിത വാഹിനി നിറയെ സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നത്. എന്താ നിങ്ങളുടെ ഓഡിയൻസിന് സന്തോഷമില്ലേ? അതൊന്ന് കൈയടിച്ച് ഉഷാറായിട്ട്. ഇനി ബാക്കി നിൽക്കുന്നത് ഒരു പാർട്ടിസിപ്പന്റ് ആണ്. വിളിച്ചാലോ? വിളിക്കാം. നമ്മളായിട്ട് ഇനി എന്തിനാ ലേറ്റ് ആക്കുന്നത്? അപ്പൊ അവശേഷിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് ആഗ്നസിനെ ഏറെ സ്നേഹത്തോടെ MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ആഗ്നസ് നമ്മുടെ പ്രേഷിത വാഹിനിയിൽ കയറാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. പക്ഷെ ആഗ്നസിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞാൽ മതിയോ ആഗ്നസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ? ആഗ്നസ് എത്രയിലാണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ മതിയോ? പോരാ, എന്നൊരു കാര്യം ചെയ്യാം. ആഗ്നസിന്റെ പ്രൊഫൈൽ വീഡിയോ കാണിക്കാം. ആഗ്നസിന്റെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് പ്രേഷിത വാഹിനിയിലായിട്ട് ആഗ്നസിനെ കയറ്റാം. Gaudete et exultate. Rejoice and be glad. We must always try to walk in the presence of the God, in the light of the God. Always try to live in an irreprehensible way. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച നേതാവാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനോഹരമായ 2 ഉദ്ധരണികളാണ് ഞാനിവിടെ പറഞ്ഞത്. എൻ്റെ പേര് ആഗ്നസ് മേരി ബെന്നി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലൂർദ് മാതാവിൻ്റെ നാമത്തിലുള്ള ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിലെ അംഗമാണ് ഞാൻ. എൻ്റെ ഹോബീസ് പറയുമ്പോൾ എനിക്ക് വായനയും അതുപോലെ തന്നെ എനിക്ക് മെലഡി കേൾക്കുവാനും പിന്നെ സഭയുടെ കുറേ കാര്യങ്ങളും അഥവാ എക്ലേസിയോളജി ഒക്കെ അറിയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ചെറുപ്പം മുതലേ എൻ്റെ ജീവിതശൈലിയിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച വ്യക്തിയാണ് എൻ്റെ അപ്പാപ്പൻ ഷെവ്ലിയർ പ്രൊഫസർ NAMC. അപ്പാപ്പൻ നമ്മോടൊപ്പം ഇല്ല, എന്നാലും അപ്പാപ്പൻ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ആധ്യാത്മിക കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തിയവർ, അതായത് അപ്പനമ്മയുടെ കൂടെ തന്നെ അങ്ങനെ ചെയ്തവരാണ് എൻ്റെ അപ്പാപ്പൻ അമ്മാമ്മയും അച്ചാച്ചനും അമ്മച്ചിയും, അതോടൊപ്പം തന്നെ എൻ്റെ വല്യച്ഛനും. എൻ്റെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, ഞങ്ങൾ 4 മക്കളാണ്. എനിക്ക് 2 അനിയത്തിമാരും അനിയനുമാണുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ആഗ്നസിന്റെ പ്രൊഫൈൽ വീഡിയോ? അടിപൊളിയാർന്ന്. എന്നാ പിന്നെ എന്താണ് കൈയടിക്കാത്തത് നിങ്ങള്? ഇതേ എനർജിയോടെ നമുക്ക് ആഗ്നസിനെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറ്റാം. കയറിക്കോ. നാല് റൗണ്ടുകളാണുള്ളത്. ഏത് റൗണ്ടാണ് ആഗ്നസ് എടുക്കുന്നത്? മാർഗം റൗണ്ട് എടുക്കാം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ലാസർ ദേവസഹായം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. ആരെയാണ് ആഗ്നസിന് വേണ്ടത്? വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ എന്ന് ആഗ്നസ് ചാടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദ്യം നോക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ചോദ്യം ഞാൻ ആവർത്തിക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ഇട്ടിയപ്പ് മണിയും ഏലീശയും. ഒട്ടും ഡൗട്ടില്ലാതെ പറഞ്ഞിരിക്കുകയാണ്, കോൺഫിഡൻസോടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഉത്തരം ചെക്ക് ചെയ്യാം. ഇട്ടിയേപ്പ് മാണിയും ഏലീഷായും. ആൻസർ കറക്റ്റ് ആണ്. ഈ റൗണ്ടിൽ ഈ ഒരു ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം മിടുക്കിയായിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം നേടിയിട്ടുണ്ട്. സമ്മാനം മാഗ്നസ് എടുക്കുന്നോ അതോ ഞങ്ങൾ തരണോ? ഞങ്ങൾ തന്നാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തരാം. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏത് റൗണ്ടാണ് ആഗ്നസ് ചൂസ് ചെയ്യുന്നത്? ആഡ് ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ആ റൗണ്ട്. തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സെയിൻറ്റ് തോമസ്, മിഷൻ. സെയിൻറ്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെയിൻറ്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഏതാണ് ആദ്യം വേണ്ടത്? മിഷൻ ഓപ്ഷനാണ്. മിഷൻ മതി എന്നാണ് ആഗ്നസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. മിഷൻ ലീഗിൻ്റെ വളർത്തുപിതാവ് എന്നറിയപ്പെടുന്ന മെത്രാൻ ആര്? 4 ഓപ്ഷൻസ് ആണുള്ളത്. പള്ളി വീട്ടിൽ ചാണ്ടി കത്തനാർ, മാർ ജോസഫ് പാറേക്കാട്ടിൽ, മാർ സെബാസ്റ്റ്യൻ വയലിൽ, മാർ എബ്രഹാം മറ്റം. മാർ സെബാസ്റ്റ്യൻ വയലിൽ. മാർ സെബാസ്റ്റ്യൻ വയലിൽ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. മാർ സെബാസ്റ്റ്യൻ വയലിൽ. അപ്പോൾ ഈ റൗണ്ടിൽ ഇനിയൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. തോമസ് ലീഹ സ്ഥാപിച്ചവയിൽ അരപ്പള്ളി എന്ന് പൊതുവെ അറിയപ്പെടുന്ന പള്ളി ഏത്? തിരുവിതാംകോട് പള്ളി. തിരുവിതാംകോട് പള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്. തിരുവാങ്കോട്. തിരുവാങ്കോട് പള്ളിയും തിരുവിതാംകോട് പള്ളിയും സെയിം ആണ്. നമ്മളതിനെ 2 പേരിലും വിളിക്കാറുണ്ട്. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ആഗ്നസ് പറഞ്ഞിരിക്കുന്ന ഉത്തരം കറക്റ്റ് ആണ്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ അങ്ങനെ മിടുക്കിയായിട്ട് ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം നേടിയിട്ടുണ്ട് അല്ലേനെ? ആ സമ്മാനം കൊടുത്തേക്ക്. നമുക്ക് ഓഡിയൻസിനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് തിരിച്ചു വന്നാലോ? തീർച്ചയായും. നിങ്ങൾ ഓഡിയൻസിനായിട്ടുള്ള ചോദ്യം ഇതാണ്. തൃശ്ശൂർ അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്ത ആര്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. തൃശ്ശൂർ അതിരൂപതയുടെ
പ്രഥമ മെത്രാപോലിത്ത ആര്? ഇവിടെ ഒരു അങ്കിള് ആദ്യം തന്നെ കൈവക്കിയിരിക്കുകയാണ്. ചേട്ടാ വന്നോ? മാർ ജോസഫ് കുണ്ടുകുളം. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണെന്ന് തലയൊക്കെ ആട്ടുന്നുണ്ട്. ഞാൻ പറയാലേ ആൻസർ. ആൻസർ കറക്റ്റ് ആണ്, മാർ ജോസഫ് കുണ്ടുകുളം. ഈ ചേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോ ടോണി പിതാവിന്റെ ആരൊക്കെയോ ആണെന്ന് കേട്ടല്ലോ, ആണോ? ഞങ്ങളുടെ രണ്ടുപേരുടെ അപ്പനും അമ്മയും ഒന്നാ. അപ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനായ മാർ ടോണി നീലങ്കാവിൽ പിതാവിൻ്റെ അനിയനാണ് ചേട്ടൻ. അപ്പോൾ ലിഖിത ആ സമ്മാനം കൊടുത്തേക്ക്. ഇനി എത്ര റൗണ്ടാണ് ആഗ്നസ് ബാക്കി നിൽക്കുന്നത്? 2 റൗണ്ടിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത്? ജെറുസലേം സെലക്ട് ചെയ്യാം. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും രണ്ടാമത്തേത് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും. ക്ലിയർ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ മെത്രാന്മാരുടെ കോൺഫറൻസിന് പറയുന്ന പേര്. 4 ഓപ്ഷൻസ് ആണുള്ളത്. KCBC, FABC, SMC, CBCI. CBCI എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, CBCI. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്കൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. ഏഷ്യയിലെ മെത്രാന്മാരുടെ കോൺഫറൻസിന് പറയുന്ന പേര്. ചോദ്യം ഞാൻ ആവർത്തിക്കാം. ഏഷ്യയിലെ മെത്രാന്മാരുടെ കോൺഫറൻസിന് പറയുന്ന പേര്. FABC എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ നോക്കാം. FABC, അതായത് ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ്. ആൻസർ കറക്റ്റ് ആണ്. ഈ റൗണ്ടിലും 2 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്, സമ്മാനവും നേടിയിട്ടുണ്ട്. സമ്മാനം തരട്ടെ. ആഗ്നസേ, ഡാൻസും പാട്ടൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടാലോ? തീർച്ചയായും കാണണം. ഡാൻസ് ആണോ ഇഷ്ടം, പാട്ടാണോ ഇഷ്ടം? ഡാൻസ് ആണ് ഇഷ്ടം. ഡാൻസ് ആണ് ഇഷ്ടം. അതെ. ആഗ്നസിന് ഡാൻസ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഡാൻസ് വെക്കും അല്ലേ? അതല്ല അതിൻ്റെ ഒരു ശരി. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മുന്നിലേക്ക് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഫോക്ക് ഡാൻസ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആൻസലിൻ തോമസ് ആണ് എത്താൻ പോകുന്നത്. തിരുബാല സഖ്യത്തിലെ കൊച്ചു മിടുക്കിയാണ് ആൻസലിൻ. നല്ല കൈയടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ഇസ്രായേൽ നാട്ടിൻ പുറത്തുള്ള രാജാക്കന്മാരും ആഹാബ് കിങ്കരന്മാരും കൂടെയുമുണ്ട്. വരവുണ്ടേ സമീറായിലെ പാടുന്ന പെണ്ണ്, വരവുണ്ടേ സമീറായിലെ പാടുന്ന പെണ്ണ്. യുദയ നാട്ടിലെ കാറ്റിന് പോലും പറയാനുണ്ട്. ഒരു കഥ മുന്തിരി തയ്യു നടന്നൊരു പെണ്ണാളെ പാടുന്നുണ്ട്. ഈണത്തിൽ പാടുന്ന ദുരന്ത കഥ, നാബോത്തിൻ മുന്തിരി തോട്ടക്കഥ. ആഹാബ് രാജാവിന്റെ എഴുന്നള്ളത്ത്, കൊട്ടാര മുറ്റത്തേക്ക് എഴുന്നള്ളത്ത്. പിന്നാലെ എത്തുന്നു രാജ്ഞി, തുള്ളിക്കളിക്കുന്നു കിങ്കരന്മാർ. ആർപ്പുവിളിയും താരവവും മുന്തിരിച്ചാറു നുണഞ്ഞു. പാതി മുറിഞ്ഞൊരു നിലവിളിയുണ്ടോ, നെഞ്ചകം പൊട്ടുന്ന തേങ്ങലുകൾ. ആ നാബോത്തിനുള്ളിലെ തേങ്ങലുകൾ, പിതൃസ്നേഹത്തിന്റെ ഗദ്ഗതങ്ങൾ. കരിവിട്ടി പോലൊരു കരുത്തൻ, അവൻ മണ്ണിനെ പൊന്നാക്കി നാബോത്ത്. ആ കാണും മുന്തിരി തോട്ടത്തിനുടമയ ആണല്ലോ കർഷകൻ വന്നൊരു തൻ. മുന്തിരി തോട്ടം എനിക്ക് തന്നിട്ട് മറ്റൊരു തോട്ടം നീ സ്വന്തമാക്കൂ.
കൽപ്പിച്ചു വീണ്ടും. വിലയാണ് വേണ്ടതെങ്കിൽ നൽകിയിടാം. ദുർവിധി കേട്ട് ആകെ വിരണ്ടു. കണ്ണിലൊരു കുടം കണ്ണീർ പെയ്തു. മനമിടറി നാബോത്ത് കാൽക്കൽ വീണു. രാജാവിൻ കൽപ്പന തട്ടിത്തകർത്തു. തൻകതിർ സ്വപ്നങ്ങൾ മുങ്ങി. അതു കണ്ട് രാജാവിൻ നെഞ്ചോ തകർന്നു പോയി. തുള്ളിയുറഞ്ഞു ജസബൽ റാണി. നാബോത്തിനെ കൊല്ലാൻ കളമൊരുക്കേണം. നാട്ടിൽ ജനങ്ങൾ കാര്യമറിഞ്ഞു. കല്ലെറിഞ്ഞു കൊല്ലം കൽപ്പനയായി. നാബോത്തിനെ കൊന്ന് വന്നിടണം. മുന്തിരിത്തോട്ടം കൈക്കലാക്കിയിടണം. മറുവാക്കു ചൊല്ലുവാൻ പ്രാണിയില്ലാതെ നാബോത്ത് തളർന്നങ്ങിരുന്നു പോയി. നീചന്മാർ വന്നെത്തി കല്ലെറിഞ്ഞു കൊന്ന് രാജ്ഞിക്കരികിലായി ഓടി വന്നു. ജസബൽ രാജ്ഞിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മുന്തിരിത്തോട്ടം കൈക്കലാക്കി. മുന്തിരിത്തോട്ടത്തിൽ കാലൊന്നു വെച്ചപ്പോ എന്റെ ഈ ആഹാബ് കേട്ടിടുന്നു. ഏലിയ കപടതയില്ലാത്ത വാക്കുകൾ ചൊല്ലിയ നേരം വിറച്ചുപോ. ഏലിയ വന്നു പറഞ്ഞു, നാശം നിനക്കുന്നു ആഹാബേ. ദൈവം നിനക്കിപ്പോൾ ശിക്ഷ നൽകും. ജസബൽ രാജ്ഞിയെ നായതിന്നും. വിറയാർന്ന കൈകളാൽ മുട്ടുമടക്കിയവൻ ദൈവപിതാവിന്റെ മുന്നിൽ വീണു. മനം നൊന്ത് മനം പൊട്ടി കരയലേ കേട്ടു. ആ ദൈവ മനുഷ്യന്റെ സ്നേഹസ്വരം. ദൃഢനിശ്ചയത്തോടെ എഴുന്നേറ്റു ആഹാബ് ഏലിയക്കരിയിൽ നടന്നു വന്നു. വസ്ത്രങ്ങളെല്ലാം കീറിക്കളഞ്ഞവൻ ചാക്കുകൊടുത്ത് ഉപവസിച്ചു. ഒരു പെണ്ണ് കാരണം നാശത്തിൽ വീണ് ആ രാജനെന്ന് തെറ്റു ചെയ്തു. ഇന്നു നാം ഓർക്കേണ്ട കാര്യമതെന്തോ, തന്നെത്താൻ താഴ്ത്തുന്നോരെ ഉയർത്തുമെന്ന്. ഇന്നും ആ നന്മയ്ക്ക് കാവലാളായി ദൈവീക ജീവനെ കുടിയിരുത്തു. എന്നും നമ്മുടെ ഹൃദയത്തിൽ, എന്നും നമ്മുടെ ഹൃദയത്തിൽ, എന്നും നമ്മുടെ ഹൃദയത്തിൽ, എന്നും നമ്മുടെ ഹൃദയത്തിൽ. ഡാൻസ് ഒക്കെ കണ്ട് നിങ്ങളെല്ലാവരും ഹാപ്പി ആയില്ലേ? നമ്മുടെ ആഗ്നസും ഡാൻസ് ഒക്കെ കണ്ട് ലയിച്ച് അങ്ങനെ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിൽക്കാണ്. ആഗ്നസിന്റെ ഗെയിം കണ്ടിന്യൂ ചെയ്യണ്ടേ? ഇപ്പൊ നമുക്ക് തിരിച്ച് ആഗ്നസിലേക്ക് തന്നെ പോകാം. ഇനി ഏത് റൗണ്ടാണ് ബാക്കി നിൽക്കുന്നത്? ജെറിക്കോ റൗണ്ട്. വിഷ്വൽ റൗണ്ടാണ് ജെറിക്കോ റൗണ്ട്. ഈ റൗണ്ടിൽ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യും. ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും ആഗ്നസിനുള്ള ചോദ്യം. മനസ്സിലായോ? ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ആഗ്നസിനെ എഴുതുവാനായിട്ട് ഒരു നോട്ട് പാഡും പേനയും നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആഗ്നസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി നോമ്പെടുത്ത് മാനസാന്തരപ്പെട്ട് വിശ്വാസികൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കാഷായവേഷവും ധരിച്ച് കാൽനടയായി മല കയറി 14 സ്ഥലങ്ങളിൽ കുരിശിന്റെ വഴി ചൊല്ലി മല കയറുന്നത് ആത്മീയ അനുഭൂതി ലഭിക്കാനിടയാക്കുന്നു. ഈ ഒരു തീർത്ഥാടനത്തിൻ്റെ പുറകിൽ പറയപ്പെടുന്നൊരു വിശ്വാസം, തോമാസ് ലീഹ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക്, പ്രത്യേകിച്ച് ചേര രാജ്യത്തിൽ നിന്നും പാണ്ഡ്യ രാജ്യത്തിലേക്ക് യാത്ര ചെയ്തത് മലയാറ്റൂർ മല വഴിയാണ് എന്നാണ് പാരമ്പര്യം. അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ അദ്ദേഹം മലയാറ്റൂർ മലയുടെ മുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. വീഡിയോ ഒക്കെ കണ്ടോ? കണ്ടു. പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു.
നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോവാം. തോമാസ് ലീഹ മലയാറ്റൂർ മലയിൽ എങ്ങനെ എത്തി എന്നാണ് പാരമ്പര്യം. ചോദ്യം ഞാൻ ആവർത്തിക്കാം. തോമാസ് ലീഹ മലയാറ്റൂർ മലയിൽ എങ്ങനെ എത്തി എന്നാണ് പാരമ്പര്യം? തോമസ് ലീഹ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഈ മലയിലൂടെ എന്നാണ് ഒരു വിശ്വാസം. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ശരിയാണോ അല്ലയോ നോക്കാം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ. ആൻസർ കറക്റ്റ് ആണ്. ഈ റൗണ്ടിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? ഒരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ടിന്റെ സമ്മാനം അടിച്ചോ? അടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ആ സമ്മാനം കൊടുത്തേക്ക്. ആഗ്നസിന്റെ 4 റൗണ്ട് കഴിഞ്ഞു. പക്ഷെ നമുക്കിനി ബാക്കിയുള്ളത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് അവർക്കൊരു സമ്മാനം കൊടുത്തിട്ട് നമ്മുടെ ജനറൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ ഓഡിയൻസ് റെഡിയല്ലേ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്? ഇപ്പം നമ്മുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ്. അപ്പം ഇതിനെല്ലാവരും ഉഷാറായിട്ടിരുന്ന് ക്വസ്റ്റ്യൻ കേൾക്കുക, പെട്ടെന്ന് ഓടി വരാം, ആൻസർ പറയാം, സമ്മാനം മേടിക്കാം. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്. ഇപ്പോഴത്തെ തൃശ്ശൂർ ലൂർദ് പള്ളിക്ക് തറക്കല്ലിട്ടത് ആര് എന്ന്. ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഇപ്പോഴത്തെ തൃശ്ശൂർ ലൂർദ് പള്ളിക്ക് തറക്കല്ലിട്ടത് ആര് എന്ന്. നമ്മുടെ ഓഡിയൻസിന് ആർക്ക് വേണമെങ്കിലും വരാം. ആൻസർ അറിയാമോ ആർക്കെങ്കിലും? നീ തന്നെ എന്തൊരു ആൻസർ പറഞ്ഞില്ലേ? പോരെ, മുന്നോട്ട് പോരെ, ഒന്ന് കൈയടിച്ച് എല്ലാവരും. മാർ ജോർജ് ആലപ്പാട്ടാണോ? ആലപ്പാട്ടാണോ എന്നാണ് ചോദിച്ചത്. വർഷം മാസമൊക്കെ ഓർമ്മയുണ്ടോ? അറിയില്ല. എന്നാണെന്ന് ഓർമ്മയില്ല. എന്തായാലും ഇവിടെ വന്ന് ആൻസർ പറഞ്ഞതല്ലേ. ചേച്ചി ആൻസർ പറഞ്ഞോട്ടെ. ആൻസർ മാർ ജോർജ് ആലപ്പാട്ട് കറക്റ്റ് ആൻസർ ആണ്. വർഷം കൂടി വേണ്ടേ? 1949 മെയ് 1 എന്നാ? 1949 മെയ് 1. വർഷം പഠിച്ചോ? അപ്പോൾ ബാക്കി ആൻസർ കറക്റ്റ് അല്ലായിരുന്നോ? സമ്മാനം കൊടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ഇനി ആഗ്നസ് ഇങ്ങനെ കാത്തിരിക്കുന്നത് നമ്മുടെ മെമൻറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ അവസാന ചോദ്യമാണ്, ജനറൽ ക്വസ്റ്റ്യൻ. അപ്പോൾ വൈകിക്കണ്ടല്ലോ, ഇതാ ചോദിച്ചേക്ക്. ജനറൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് മെത്രാന്റെ സമയത്താണ് ലൂർദ് പള്ളി ഭദ്രാസന ദേവാലയമായി ഉയർത്തിയത്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഏത് മെത്രാന്റെ സമയത്താണ് ലൂർദ് പള്ളി ഭദ്രാസന ദേവാലയമായി ഉയർത്തിയത്? ആഗ്നസ് നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ ഓഡിയൻസിന് ആർക്കെങ്കിലും ആൻസർ അറിയാമോ? ആരെങ്കിലും മുന്നോട്ട് വന്ന് സഹായിച്ച് നമ്മുടെ ആഗ്നസിന് മെമൻറ്റോയും കിട്ടും. ദാ ആൻമരിയ വരുന്നുണ്ട് ആഗ്നസിനെ സഹായിക്കാനായിട്ട്. മെറ്റ്ലിക്കോട്ട് പിതാവ്. അതായിരിക്കുമോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി. മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വേണോ? 2 ആൻസർ ഉണ്ട് നമുക്ക്. ഏത് ആൻസർ വേണം? മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി. ആഗ്നസും മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി എന്ന ഉത്തരത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഈ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി ഓഡിയൻസ് ആണ്. കാരണം ആദ്യത്തെ ആള് വന്നു, തെറ്റിപ്പോയി, അതായത് ഉറപ്പുണ്ടായില്ല ആൻസർ. അപ്പോൾ രണ്ടാമത്തെ ആളും വന്നു. അങ്ങനെ 2 പേര് വന്നാണ് ആഗ്നസിനെ രക്ഷിച്ചിരിക്കുന്നത്. ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു വിട്. താങ്ക് യു. അപ്പോൾ എല്ലാം കഴിഞ്ഞോ? എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞോ? കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് ആഗ്നസ് ഇറങ്ങുമ്പോൾ അത് കാണാൻ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അപ്പനും അമ്മയും അനിയത്തിമാരും അനിയനും വന്നിട്ടുണ്ട്. അപ്പനും അമ്മയും അനിയത്തിയും അനിയനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ആ സമ്മാനം മേടിച്ച് പിടിക്കാനായിട്ട് മുന്നോട്ട് പോരെ. ആഗ്നസേ,
ആ സമ്മാനമൊക്കെ എടുത്ത് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് താഴേക്ക് പോരെ. അവസാനത്തെ പാർട്ടിസിപ്പൻറ്റും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുകയാണ്. ദാ നമ്മുടെ പ്രേക്ഷിത വാഹിനിലോട്ട് നോക്കുമ്പോൾ ഒരുവിധം സമ്മാനങ്ങളൊക്കെ തീർന്നു. നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ മികച്ചതായിരുന്നു അല്ലേ? പാർട്ടിസിപ്പൻസ് മാത്രമല്ല, നിങ്ങൾ ഓഡിയൻസിൻ്റെ കയ്യിലും എല്ലാവരുടെയും കയ്യിലും സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ഒരു കാര്യം ഓർത്തിരിക്കുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പിതാവായ ദൈവം തിരഞ്ഞെടുത്തവർ എപ്രകാരമുള്ളവരാണെന്ന് അറിയുവാനായിട്ട് ബൈബിളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. എനിക്ക് വാക്ചാതുര്യമില്ലെന്ന് പറഞ്ഞ മോശയാണ് ഒരു വലിയ ദേശത്തെ മുഴുവൻ രക്ഷിച്ചു കൊണ്ടുവന്നത്. ബാലനായ ജെറമിയ വചനം പ്രഘോഷിക്കുന്നു. ഭീമനായ ഗോലിയാത്തിനെ കീഴടക്കിയത് പ്രായമായില്ല, ചെറുതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ദാവീദാണ്. പ്രവാചകനായ യോഹന്നാൻ പിറന്നത് എലിസബത്തിനും സക്രിയായ്ക്കും പ്രായം കവിഞ്ഞവരെന്ന് പറഞ്ഞവർക്ക്. കണ്ടില്ലേ, നിനക്ക് ബലഹീനതകളുണ്ടാകാം, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ചേർത്ത് നിർത്തിയാൽ നിനക്ക് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല. നിന്റെ ബലഹീനതകളെല്ലാം കൃപയായി മാറും. നമുക്കും ദൈവമായ കർത്താവിനെ നമ്മോട് ചേർത്ത് നിർത്തി എല്ലാം കൃപയാക്കി മാറ്റാം. മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. ദിസ് ഈസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിര പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനയ